ഹലോ നമസ്കാരം. ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇക്കഴിഞ്ഞ നവംബർ മാസത്തിൽ 23 മലയാള സിനിമകളാണ് തിയേറ്റർ റിലീസായി എത്തപ്പെട്ടത്. ഈ 23 മലയാള സിനിമകളിൽ ഒരേ ഒരെണ്ണം മാത്രമാണ് വിജയിച്ചത്. ഒരു സിനിമ വിജയിച്ചു എന്ന് പറയുമ്പോൾ ബാക്കി മുഴുവൻ സിനിമയും പരാജയമായിരുന്നു എന്ന് അർത്ഥമില്ല. ഇതിൽ പല സിനിമകളും വിജയത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നവയുമുണ്ട്. ആദ്യം നമുക്ക് നവംബറിൽ തിയേറ്ററിലെ സിനിമകളുടെ പട്ടിക ഒന്ന് പരിശോധിച്ച് നോക്കാം. നവംബർ 1-ന് 2 മലയാള സിനിമകളാണ് തിയേറ്റർ റിലീസായി എത്തിച്ചേർന്നത്. ധ്യാൻ ശ്രീനിവാസൻ നായകനായി NV മനോജ് സംവിധാനം ചെയ്ത ഓശാന എന്ന സിനിമയാണ് ഇതിൽ ആദ്യത്തേത്. അൽത്താഫ് സലീം, വർഷ വിശ്വനാഥ്, ബാലാജി ജയരാജൻ എന്നിങ്ങനെയായിരുന്നു മറ്റ് താരങ്ങൾ. MJN പ്രൊഡക്ഷൻസ് നിർമ്മിച്ച ഈ സിനിമയ്ക്ക് കാര്യമായ ചലനം സൃഷ്ടിക്കാനായില്ല. സാമ്രാജ് നായർ സംവിധാനം ചെയ്ത ചാമ എന്ന സിനിമയാണ് രണ്ടാമത്തെ റിലീസ്. മഞ്ജു സല്ലാപം മീഡിയ നിർമ്മിച്ച ഈ സിനിമയിൽ നസീഫ് ഓദയിൽ, സനൂജ അബൂബക്കർ എന്നിങ്ങനെയാണ് താരനിര. ലിമിറ്റഡ് സ്ക്രീനിൽ മാത്രമാണ് ഈ സിനിമ റിലീസിനെത്തിയത്. പ്രേമലു ടീമിന്റെ ഏറ്റവും പുതിയ സിനിമയായ അയാം കാതരൻ നവംബർ 7-നാണ് തിയേറ്ററിലെത്തിയത്. സജിൻ ചെറുകിൽ തിരക്കഥ എഴുതിയ ഈ സിനിമ ഗിരീഷ് ഷേഡിയാണ് സംവിധാനം ചെയ്തത്. നസ്ലിൻ, അനീഷ്മ അനിൽകുമാർ, ലിജോ മോൾ ജോസ്, ദിലീഷ് പോത്തൻ എന്നിങ്ങനെ താരനിരയുമായി തിയേറ്ററിലെത്തിയ ഈ സിനിമ വളരെ മികച്ച അഭിപ്രായമാണ് നേടിയെടുത്തിരുന്നത്. ഒട്ടനവധി സിനിമകളുടെ തിയേറ്റർ റിലീസിംഗ് ഈ സിനിമയുടെ കളക്ഷനെ സാരമായി ബാധിച്ചു എന്ന് തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത്. വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷനായി നിലവിൽ 6 കോടിയോളം കളക്ട് ചെയ്തിരിക്കുന്ന ഈ സിനിമ നിലവിൽ ഇതുവരെ ക്ലീൻ ഹിറ്റ് വിജയം സ്വന്തമാക്കിയിട്ടില്ല. മുറ, ഒരു അന്വേഷണത്തിന്റെ തുടക്കം, സ്വർഗം എന്നിങ്ങനെ 3 സിനിമകൾ നവംബർ 8-ന് തിയേറ്ററിലെത്തി. സുരേഷ് ബാബു തിരക്കഥ എഴുതി മുഹമ്മദ് മുസ്തഫ സംവിധാനം ചെയ്ത മുറ എന്ന സിനിമയിൽ സുരാജ് വെഞ്ഞാറമൂട്, ഹൃദു ഹാറൂൺ, മാല പാർവതി, കനി കുസൃതി എന്നിങ്ങനെയാണ് അഭിനേതാക്കൾ. വളരെ മികച്ച അഭിപ്രായം നേടിയെടുത്ത ഈ സിനിമ ഇപ്പോഴും തിയേറ്ററിൽ പ്രദർശനം തുടരുകയാണ്. 24 ദിവസം പിന്നിട്ടിരിക്കുന്ന ഈ സിനിമ കേരള ബോക്സ് ഓഫീസ് കളക്ഷനായി 1,70,00,000 രൂപയും ഇന്ത്യൻ ബോക്സ് ഓഫീസ് കളക്ഷനായി 1,86,00,000 രൂപയുമാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. ഈ സിനിമ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷനായി 2.5 കോടിയോളം രൂപയും കളക്ട് ചെയ്തിട്ടുണ്ട്. ലിസി കെ ഫെർണാണ്ടസ് തിരക്കഥ എഴുതി റെജീസ് ആന്റണി സംവിധാനം ചെയ്ത് നവംബർ 8-ന് തിയേറ്ററിലെത്തിയ രണ്ടാമത്തെ മലയാള സിനിമയാണ് സ്വർഗം. അജു വർഗീസ്, ജോണി ആന്റണി, അനന്യ, മഞ്ജു പിള്ള, സിജോയ് വർഗീസ് എന്നിങ്ങനെയാണ് അഭിനേതാക്കൾ. വളരെ മികച്ച അഭിപ്രായമാണ് ഈ സിനിമയും നേടിയെടുത്തിട്ടുള്ളത്. 4 കോടി ബഡ്ജറ്റ് പ്രതീക്ഷിക്കുന്ന ഈ സിനിമ കേരള ബോക്സ് ഓഫീസ് കളക്ഷനായി 1,10,00,000 രൂപയും വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷനായി 1,60,00,000 രൂപയുമാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. ഷൈം ടോൺ ചാക്കോ നായകനായി MA നിഷാദ് സംവിധാനം ചെയ്ത ഒരു അന്വേഷണത്തിന്റെ തുടക്കം എന്ന ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ സിനിമയാണ് നവംബർ 8-ലെ 3ാമത്തെ റിലീസ്. ബെൻസി പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ KV അബ്ദുൽ നാസർ നിർമ്മിച്ച ഈ സിനിമ ആവറേജ് അഭിപ്രായം മാത്രമാണ് നേടിയെടുത്തത്. മുകേഷ്, വാണി വിശ്വനാഥ്, സമുദ്രകനി, അശോകൻ എന്നിങ്ങനെ ഒട്ടനവധി താരങ്ങൾ ഈ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. കേരള ബോക്സ് ഓഫീസിൽ 70 ലക്ഷത്തോളം കളക്ട് ചെയ്ത ഈ സിനിമ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷനായി 80 ലക്ഷത്തോളം രൂപ മാത്രമാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. നവംബർ 15-ന് തിയേറ്ററിലെത്തി മികച്ച അഭിപ്രായം നേടിയെടുത്ത സിനിമയാണ് വിഷ്ണു വിനയ് സംവിധാനം ചെയ്ത ആനന്ദ് ശ്രീബാല. അർജുൻ അശോകൻ, അപർണ ദാസ്, സൈജു കുറുപ്പ്, ധ്യാൻ ശ്രീനിവാസൻ, അജു വർഗീസ്, മാളവിക മനോജ് എന്നിങ്ങനെ വളരെ നല്ലൊരു താരനിരയും ഈ സിനിമയിൽ അണിനിരന്നിരുന്നു. കാവ്യ ഫിലിം കമ്പനിയാണ് ഈ സിനിമ നിർമ്മിച്ചിട്ടുള്ളത്. കേരള ബോക്സ് ഓഫീസിൽ ഈ സിനിമ 1,75,00,000 രൂപയാണ് കളക്ട് ചെയ്തത്. വിവിധ ട്രാക്കേഴ്സ് നൽകുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ഈ സിനിമ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷനായി 2,45,00,000 രൂപയാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. 5 കോടിക്ക് മുകളിൽ ബഡ്ജറ്റ് പ്രതീക്ഷിക്കുന്ന ഈ സിനിമയും പരാജയമാണ് സംഭവിച്ചിട്ടുള്ളത്. N രാമചന്ദ്രൻ നായർ സംവിധാനം ചെയ്ത ഈ ബന്ധം സൂപ്പറ എന്ന സിനിമയാണ് നവംബർ 15-ലെ രണ്ടാമത്തെ റിലീസ്. അബിൻ ജോസഫ്, ദേവിക രാജ്, മനോജ് രവി, കുട്ടിയേട്ടത്തി വിലാസിനി എന്നിങ്ങനെയാണ് അഭിനേതാക്കൾ. ലിമിറ്റഡ് സ്ക്രീനിൽ മാത്രമാണ് ഈ സിനിമ തിയേറ്ററിലെത്തിയത്. നവംബർ 21-ന് തിയേറ്ററിലെത്തി പോസിറ്റീവ് അഭിപ്രായം നേടിയെടുത്ത സിനിമയാണ് ഹലോ മമ്മി. ഷറഫുദ്ദീൻ, ഐശ്വര്യലക്ഷ്മി എന്നിവർ പ്രധാന വേഷത്തിലെത്തി വൈശാഖ് എലൻ സംവിധാനം ചെയ്ത ഈ ഹൊറർ ഫാമിലി എന്റർടൈനർ സിനിമ വളരെ മികച്ച കളക്ഷൻ നേടിയെടുത്ത് ഇപ്പോഴും പ്രദർശനം തുടരുകയാണ്. കേരള ബോക്സ് ഓഫീസ് കളക്ഷനായി ഏകദേശം 5 കോടിയോളം കളക്ട് ചെയ്ത് കഴിഞ്ഞ ഈ സിനിമ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷനായി ഏകദേശം 6.5 കോടി രൂപയും കളക്ട് ചെയ്തിട്ടുണ്ട്. എന്നാൽ ഈ സിനിമ നിലവിൽ ക്ലീൻ ഹിറ്റ് വിജയം സ്വന്തമാക്കിയിട്ടുമില്ല. വരും ദിവസങ്ങളിൽ ഈ സിനിമ ആവറേജ് വിജയം നേടിയെടുക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. ഈ നവംബർ മാസം തിയേറ്ററിലെത്തിയ മലയാള സിനിമകളിൽ ഏറ്റവും മികച്ച കളക്ഷൻ നേടിയെടുത്ത് മുന്നേറുന്നത് സൂക്ഷ്മദർശിനിയാണ്. ബേസിൽ ജോസഫ്, നസ്രിയ നാസിം കോംബോയിൽ നവംബർ 22-ന് തിയേറ്ററിലെത്തിയ ഈ സിനിമ ആദ്യ 10 ദിവസം കൊണ്ട് കേരള ബോക്സ് ഓഫീസ് കളക്ഷനായി 18,50,00,000 രൂപയാണ് കളക്ട് ചെയ്തത്. 10 ദിവസത്തെ റെസ്റ്റ് ഓഫ് ഇന്ത്യ കളക്ഷൻ 4,75,00,000 രൂപയുമാണ്. അങ്ങനെ ആദ്യ 10 ദിവസത്തെ ഇന്ത്യൻ ബോക്സ് ഓഫീസ് കളക്ഷൻ 23,25,00,000 രൂപയാണ്. 11ാം ദിവസമായ തിങ്കളാഴ്ച ഈ സിനിമ കേരള ബോക്സ് ഓഫീസ് കളക്ഷനായി 70 ലക്ഷത്തോളം രൂപയാണ് കളക്ട് ചെയ്തത്. അങ്ങനെ ആദ്യ 11 ദിവസം കൊണ്ട് ഈ സിനിമ കേരള ബോക്സ് ഓഫീസ് കളക്ഷനായി 19,20,00,000 രൂപയാണ് സ്വന്തമാക്കിയത്. GCC ഓവർസീസ് കളക്ഷനായി 10 ദിവസം കൊണ്ട് $2.12 മില്യൺ ഈ സിനിമ കളക്ട് ചെയ്തത്. ഏകദേശം 18 കോടിക്ക് മുകളിൽ. അങ്ങനെ ആദ്യ 10 ദിവസത്തെ ഈ സിനിമയുടെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ 41,30,00,000 രൂപയാണ്. 11ാം ദിവസമായ തിങ്കളാഴ്ച ഈ സിനിമയുടെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് 1.5-2 കോടി റേഞ്ചിലുമാണ്. അങ്ങനെ ആദ്യ 11 ദിവസം കൊണ്ട് 43 കോടിയോളം രൂപയാണ് ഈ സിനിമ കളക്ട് ചെയ്തിട്ടുള്ളത്. ഇന്ദ്രജിത്ത് സുകുമാരൻ നായകനായി വരുൺ പണിക്കർ സംവിധാനം ചെയ്ത് നവംബർ 22-ന് തിയേറ്ററിലെത്തിയ മലയാള സിനിമയാണ് ഞാൻ കണ്ടതാ സാറേ. അനൂപ് മേനോൻ, മറീന മിഖായൽ കുരിശിക്കൽ എന്നിവർ അഭിനയിച്ച ഈ സിനിമ യാതൊരുവിധ ചലനവും സൃഷ്ടിക്കാതെയാണ് കടന്നുപോയത്. അർജുൻ രമേശ് സംവിധാനം ചെയ്ത പരാക്രമം എന്ന സിനിമയായിരുന്നു നവംബർ 22-ന് തിയേറ്ററിലെത്തിയ മറ്റൊരു മലയാള സിനിമ. സിജു സണ്ണി, ജോമോൻ ജ്യോതിർ, സോന ഓലിക്കൽ എന്നിവരായിരുന്നു പ്രധാന അഭിനേതാക്കൾ. ഏറ്റവും ഒടുവിൽ വന്ന കളക്ഷൻ റിപ്പോർട്ട് പ്രകാരം ഈ സിനിമ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷനായി 60 ലക്ഷത്തോളം രൂപ മാത്രമാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. നവാസ് സുലൈമാൻ സംവിധാനം ചെയ്ത ടർക്കിഷ് തർക്കം എന്ന സിനിമയും തിയേറ്ററിലെത്തിയിരുന്നു. സണ്ണി വെയിൻ, ലുക്മാൻ അബ്രാൻ, അമിന നിജാം,
അനഘ നാരായണൻ എന്നിവരായിരുന്നു ഈ സിനിമയിലെ പ്രധാന അഭിനേതാക്കൾ. സാമുദായിക പ്രശ്നങ്ങൾ ഉണർത്തുന്ന ചില വിവാദ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ഈ സിനിമയ്ക്കെതിരെ ആരോപണം ഉയർന്നിരുന്നു. എന്നാൽ തിയേറ്ററിൽ യാതൊരുവിധ ചലനവും സൃഷ്ടിക്കാതിരുന്ന ഈ സിനിമ ഈ ആരോപണത്തിന്റെ മറവിൽ തിയേറ്ററിൽ നിന്ന് പിൻവലിക്കുകയാണ് ഉണ്ടായത്. നിസാർ അബ്ദുൽ ഖാദർ സംവിധാനം ചെയ്ത ടൂമൻ ആർമി എന്ന സിനിമയും തിയേറ്ററിലെത്തിയിരുന്നു. SK കമ്മ്യൂണിക്കേഷൻ നിർമ്മിച്ച ഈ സിനിമയിൽ ഷഹീൻ സിദ്ദീഖ്, ഇന്ദ്രൻസ്, കൈലാഷ്, ഡിനി ഡാനിയൽ എന്നിവരായിരുന്നു പ്രധാന അഭിനേതാക്കൾ. ഈ സിനിമയും വന്നു കണ്ടു പോയി എന്ന് തന്നെ പറയാവുന്നതാണ്. സുധീഷ് സുബ്രഹ്മണ്യം സംവിധാനം ചെയ്ത രാമുവിന്റെ മനയബികൾ എന്ന സിനിമയായിരുന്നു അടുത്ത റിലീസ്. MVK ഫിലിംസ് നിർമ്മിച്ച ഈ സിനിമയിൽ ബാലു ശ്രീധർ, ആതിര ജയൻ, ശ്രുതി പൊന്നു എന്നിവരായിരുന്നു അഭിനയിച്ചിരുന്നത്. ദിനേഷ് പൂച്ചക്കാട് സംവിധാനം ചെയ്ത രാമനും ഖദീജയും എന്ന സിനിമയും തിയേറ്ററിലെത്തിയിരുന്നു. ഹരിശങ്കർ, അപർണ ഹരി, ഊർമിള വൈശാഖ് എന്നിവർ അഭിനയിച്ച ഈ സിനിമ ചുരുക്കം ചില തിയേറ്ററുകളിൽ മാത്രമേ പ്രദർശനം ഉണ്ടായിരുന്നുള്ളൂ. സുധീർ സാരി സംവിധാനം ചെയ്ത പ്രേതങ്ങളുടെ കൂട്ടം എന്ന സിനിമയും തിയേറ്ററിലെത്തിയിരുന്നു. ഗ്ലാഡി വിഷൻസ് പ്രൊഡക്ഷൻസ് നിർമ്മിച്ച ഈ സിനിമയിൽ സുധി കോപ്പ, സോണി അസീം, അഭിരാമി ഭവൻ എന്നിവരായിരുന്നു പ്രധാന താരങ്ങൾ. ലിമിറ്റഡ് സ്ക്രീനിൽ മാത്രമാണ് ഈ സിനിമ തിയേറ്ററിലെത്തിയത്. പായൽ കപാടിയ രചനയും സംവിധാനവും നിർവഹിച്ച സിനിമയാണ് ഓൾ വി ഇമാജിൻ എസ് ലൈറ്റ്. കനി കുസൃതി, ദിവ്യപ്രഭ, ഛായാകഥം, ഹൃദു ഹാറൂൺ എന്നിവരാണ് ഈ സിനിമയിലെ അഭിനേതാക്കൾ. കാൻ ഫെസ്റ്റിവലിൽ നേരത്തെ പ്രദർശനം നടത്തി വിവിധ അവാർഡുകൾ വാരിക്കൂട്ടിയ ഈ സിനിമയുടെ മലയാളം പതിപ്പ് പ്രഭയായി നനച്ചതെല്ലാം എന്ന പേരിൽ നവംബർ 22-ന് കേരളത്തിൽ റിലീസ് ചെയ്യപ്പെടുകയുണ്ടായി. സിനിമയിലെ ചില സെക്സ് രംഗങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിപ്പിക്കപ്പെട്ടപ്പോൾ സിനിമ കൂടുതൽ വൈറലാവുകയും ശ്രദ്ധ നേടിയെടുക്കുകയും ചെയ്തു. ആദ്യഘട്ടത്തിൽ ആരും തിരിഞ്ഞു നോക്കാതിരുന്ന ഈ സിനിമ വിവാദമായതോടെ നിലവിൽ 22 ലക്ഷത്തിലധികം കളക്ഷനാണ് കേരളത്തിൽ ഇപ്പോൾ നേടിയെടുത്തിരിക്കുന്നത്. നവംബർ 29 വെള്ളിയാഴ്ച പ്രധാനമായിട്ടും തിയേറ്ററിലെത്തിയത് വല്യേട്ടൻ എന്ന മമ്മൂട്ടി ചിത്രത്തിന്റെ റീ റിലീസാണ്. ആദ്യ ദിവസം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷനായി 30 ലക്ഷത്തിന് മുകളിൽ കളക്ഷനാണ് നേടിയെടുത്തിരുന്നത്. ആദ്യ 3 ദിവസം കൊണ്ട് 50 ലക്ഷത്തിന് മുകളിൽ കളക്ഷൻ നേടിയെടുത്തിരുന്ന സിനിമ 4-ാം ദിവസമായ ഇന്നലെ തിങ്കളാഴ്ച കേരള കളക്ഷനായി 6 ലക്ഷം രൂപ മാത്രമാണ് കളക്ട് ചെയ്തത്. ഒട്ടനവധി പ്രാവശ്യം മിനി സ്ക്രീനിൽ കണ്ടുമടുത്ത സിനിമ എന്ന നിലയിൽ വളരെ തണുപ്പം പ്രതികരണമാണ് നിലവിൽ ഈ സിനിമയ്ക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. NV മനോജ് സംവിധാനം ചെയ്ത വവ്വാലും പേരക്കയും എന്ന സിനിമ നവംബർ 29-ന് തിയേറ്ററിലെത്തി. സോണി ജോൺ, ആതിര രാജ്, ജോവിൻ എബ്രഹാം, സുനിൽ സുഗത, ജാഫർ ഇടുക്കി എന്നിവരാണ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത്. തിയേറ്ററിൽ വന്നു പോയി എന്നതൊഴിച്ചാൽ യാതൊരുവിധ ശ്രദ്ധയും നേടാൻ ഈ സിനിമയ്ക്ക് ആയിട്ടില്ല. ബിന്ദു പണിക്കർ ടൈറ്റിൽ കഥാപാത്രമായി അഭിനയിച്ച ജമീലാന്റെ പൂവൻകോഴി എന്ന സിനിമയും നവംബർ 29-ന് തിയേറ്ററിലെത്തി. ഷാജഹാൻ സംവിധാനം ചെയ്ത ഈ സിനിമയിൽ മിഥുൻ, നളിനി, സൂരജ് പോപ്സ് എന്നിവരാണ് മറ്റ് അഭിനേതാക്കൾ. ആവറേജ് അഭിപ്രായം നേടിയെടുത്ത ഈ സിനിമ 12 ലക്ഷത്തോളം രൂപ കളക്ഷൻ നേടിയെടുത്തിട്ടുണ്ട്. നവംബർ 29-ന് തിയേറ്ററിലെത്തിയ മറ്റൊരു മലയാള സിനിമ സ്ഥാനാർത്ഥി ശ്രീകുട്ടനാണ്. വിനീഷ് വിശ്വനാഥ് തിരക്കഥയെഴുതി സംവിധാനം ചെയ്ത ഈ സിനിമയിൽ അജു വർഗീസ്, സൈജു കുറുപ്പ്, ജോണി ആന്റണി എന്നിവരാണ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത്. ചിത്രത്തിന്റെ ആദ്യ 3 ദിവസത്തെ ബോക്സ് ഓഫീസ് കളക്ഷൻ വിവരങ്ങൾ പുറത്തു വരുമ്പോൾ 18 ലക്ഷം രൂപ ഈ സിനിമ കളക്ട് ചെയ്തിട്ടുണ്ട്. ബിജു സി കണ്ണൻ സംവിധാനം ചെയ്ത കാലവർഷക്കാറ്റ് എന്ന സിനിമ നവംബർ 29-ന് തിയേറ്ററിലെത്തി. സന്തോഷ് കീഴാറ്റൂർ, ലതാദാസ്, അംബിക മോഹൻ എന്നിവർ അഭിനയിച്ച ഈ സിനിമ വളരെ കുറച്ച് സ്ക്രീനുകളിൽ മാത്രമാണ് റിലീസ് ചെയ്യപ്പെട്ടത്. ഈ 23 മലയാള സിനിമകളിൽ ആൾ വി ഇമാജിൻ എസ് ലൈറ്റ് നേരത്തെ വിവിധ രാജ്യങ്ങളിലും മേളകളിലും പ്രദർശിപ്പിച്ച സിനിമയാണ്. അതേസമയം റീ റിലീസ് ചിത്രമായി എത്തിയതാണ് മമ്മൂട്ടിയുടെ വല്യേട്ടൻ. ബാക്കി 21 മലയാള സിനിമകളിൽ ഹലോ മമ്മി ആവറേജ് വിജയത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതേസമയം ഈ സിനിമകളിൽ വേണ്ടത്ര കളക്ഷൻ നേടിയെടുക്കാനാകാതെ പോയ ഒട്ടനവധി നല്ല മലയാള സിനിമകളുണ്ട്. അയ്യാം കാതലൻ, ആനന്ദ് ശ്രീബാല, സ്വർഗം, മുറ എന്നിങ്ങനെ നല്ല സിനിമകളായ ഒട്ടനവധി സിനിമകൾക്ക് കളക്ഷൻ നേടാനാകാതെ പോയിട്ടുണ്ട്. എന്തായാലും ഈ 23 സിനിമകളെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി പറയുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്യുക. പുതിയ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.